നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുനാണ്. അതിൻ്റെ മിക്സായത്. ഇതിൻ്റെ പുറയിൽ അതിൻ്റെ ഡയറക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. 1 വോളിയം മിക്സിലേക്ക് 1/4 വോളിയം ഓഫ് വാട്ടർ എന്നല്ലെങ്കിൽ നമുക്ക് മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇത് ഒരുപാട് നീഡ് ചെയ്യണ്ട, ഡു നോട്ട് നീഡ് ദ ഡൗ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയാലോ. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാമേ. ആഡ് ചെയ്യുന്നത് 1/4 കപ്പ് പാലാണ്. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കണമെന്ന് തോന്നുന്നു. നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ കൂടെ പാലൊഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാമേ. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒത്തിരി അങ്ങ് നമ്മൾ അമർത്തി കുഴയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ഷുഗറാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് പഞ്ചസാര, അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടറിൻ്റെ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലില്ല, അതിന് പകരം ഞാൻ ഏലക്കപ്പൊടിയാണ് ഇടുന്നത്. കുറച്ചളവിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കയ്യിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസ് മതിയേ, ഒരുപാട് വലിയ ബോൾസൊന്നും വേണ്ട. നമ്മൾ ഒരുപാട് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരുപാട് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാ. നല്ല സ്മൂത്തായിട്ട് നമുക്കിതുപോലെ ഉരുളകളാക്കി എടുക്കാവേ.
എല്ലാം നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പഞ്ചസാര പാനി ഒരു നൂൽ പരുവൊന്നും ആകണ്ട. ഈ നമ്മൾ ഇട്ടേക്കുന്ന ഈ പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതിയേ. ഒരു നൂൽ പരുവൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ അത് ക്രിസ്റ്റലായിട്ട് ഫോം ആകും. അപ്പോൾ ഒരു നൂൽ പരുവൊന്നും ആകണ്ട. ബോൾസാക്കി വെച്ചേക്കുന്ന ഇതിലോട്ട് ഇട്ട് കൊടുക്കാതെ ഒരുപാട് തിക്കി നിറച്ചൊന്നും ഇടണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അതും മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നീ ഇട്ട പാടെ ഇളക്കാൻ നിൽക്കല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വന്നതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതിയേ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഇതായി വന്നിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാവേ. പഞ്ചസാര പാനിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ചൂടോടുകൂടെ തന്നെ അങ്ങിട്ട് കൊടുക്കാവേ. ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. ഇതാണ് ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയാണ്.